വിശുദ്ധിയുടെ നിറവിൽ കഅബ കഴുകൽ പൂർത്തിയായി. പുതുഹിജറ വർഷത്തിലെ മുഹറം 15-ന് വിശുദ്ധ കഅബ കഴുകൽ ചടങ്ങ് പൂർത്തിയായി. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനു വേണ്ടി മക്ക ഡെപ്യൂട്ടി അമീർ സയ്യിദ് ബിൻ മിഷാൽ ബിൻ അബ്ദുൽ അസീസ് രാജകുമാരൻ ചടങ്ങിന് നേതൃത്വം നൽകി. സുബ്ഹി നിസ്കാര ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കനത്ത സുരക്ഷയിലായിരുന്നു ചടങ്ങുകൾ. കഴുകുന്നതിന് മുന്നോടിയായി കഅബാലയത്തിന്റെ പ്രധാന വാതിലിനു മുന്നിൽ തൂക്കിയിട്ട കിസ്വയുടെ ഭാഗം ഉയർത്തിക്കെട്ടി. കഅബയുടെ ഉൾഭാഗം ശുദ്ധമായ പനിനീരും ഊതും കലർത്തിയ സംസം വെള്ളം ഉപയോഗിച്ച് കഴുകിയ ശേഷം മേൽത്തരം ഊത് എണ്ണയും റോസ് ഓയിലും ഉപയോഗിച്ച് സുഗന്ധം പൂശുകയും ചുമരുകൾ പ്രത്യേക സംസം കലർത്തിയ വെള്ളം കൊണ്ട് തുടച്ച് സുഗന്ധം പുകയ്ക്കുകയും ചെയ്തു. അതിനുശേഷം കഅബയുടെ വാതിൽ അടച്ചു. ചടങ്ങ് പൂർത്തിയായ ശേഷം ഹജറുൽ അസ്വദ് ചുംബിക്കുകയും ത്വവാഫ് നിർവഹിക്കുകയും ചെയ്തു. മക്കാം ഇബ്രാഹിമിനു പിന്നിൽ 2 റക്അത്ത് നിസ്കാരവും നിർവഹിച്ചാണ് സംഘം മടങ്ങിയത്. ഇരു ഹറം കാര്യാലയ മേധാവിയും ഹറം ഇമാമുമായ ഡോക്ടർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ സുദൈസ്, ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയ, ജനറൽ പ്രസിഡൻസിയുടെ CEO എഞ്ചിനീയർ കാസിം അൽ ഷെഹ്റാനി, ഹറം ഇമാമുമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. എല്ലാ വർഷവും ഹിജ്റ കലണ്ടറിലെ ആദ്യ മാസമായ മുഹറം 15-നാണ് കഅബ കഴുകൽ ചടങ്ങ് നടക്കുക. ഇസ്ലാമിലെ ചരിത്രപ്രസിദ്ധമായ മക്കം ഫത്ഹിനു ശേഷം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കഅബ കഴുകൽ ചടങ്ങിന് തുടക്കം കുറിച്ചത്. തുടർന്ന് ഭരണത്തിലിരുന്ന ഖലീഫമാരും ഭരണാധികാരികളും വളരെ പ്രാധാന്യത്തോടെയാണ് വിശുദ്ധ കഅബ കഴുകൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വരുന്നത്.